6 വർഷമായി തർക്കങ്ങളെ തുടർന്ന് നടപ്പാക്കാതെയിരുന്ന ആണവ കരാർ യാഥാർത്ഥ്യമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെയും സംയുക്ത പ്രസ്താവന. എന്നാൽ തർക്ക വിഷയങ്ങളിൽ എന്ത് പരിഹാരമാണ് ഉണ്ടായതെന്ന് വിശദീകരിക്കപ്പെട്ടില്ല. ഇരു നേതാക്കളുടെയും നേതൃത്വത്തിൽ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമായിരുന്നു സംയുക്ത പ്രസ്താവന. ഇന്ത്യക്ക് UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം ലഭിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ബരാക് ഒബാമ വ്യക്തമാക്കി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആണവ ബാധ്യതാ നിയമപ്രകാരം ആണവ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് റിയാക്ടറുകൾ നൽകിയ കമ്പനികളാണ്. അമേരിക്ക എതിർക്കുന്ന ഈ നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ആണവ കരാർ യാഥാർത്ഥ്യമായി എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ ഇരു നേതാക്കളും ഇത് സംബന്ധിച്ച ഒരു വിശദീകരണവും നൽകിയില്ല. നഷ്ടപരിഹാരത്തിന് ആണവ ഇൻഷുറൻസ് നിധി രൂപീകരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ലോകത്തിന് സമാധാനവും സ്ഥിരതയും ഐശ്വര്യവും പകരം വിധമുള്ള പുതിയ പിറവിക്കാണ് തുടക്കമായിരിക്കുന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. Today we also decided to take up our growing defense cooperation to the new level. We have agreed in principle to pursue co-development and co-production of specific advanced defense projects. This will help upgrade our domestic defense industry and expand the manufacturing sector in India. പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരാറുകൾ ഉണ്ടാവും. പ്രതിരോധ ചട്ടക്കൂട് കരാർ 10 വർഷത്തേക്ക് കൂടി നീട്ടി. സമുദ്ര സുരക്ഷയിൽ സഹകരണം വ്യാപിപ്പിക്കും. തീവ്രവാദ ഭീഷണിക്കെതിരെ യോജിച്ച മുന്നേറ്റം നടത്താനും വ്യാപാരം, സാമൂഹ്യ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വ്യാപകമാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം പരമപ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ബരാക് ഒബാമ UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കും എന്നും വ്യക്തമാക്കി. I reiterate to the Indian people today that we support a reformed UN Security Council that includes India as a permanent member. At the same time, we see India playing a greater role in ensuring international security and peace and meeting shared challenges. As a leading contributor to UN peacekeeping missions for many years, India can help the world do even more to protect citizens in conflict zones. മുമ്പൊരിക്കലും ഉണ്ടാവാത്ത തരത്തിൽ അമേരിക്കൻ അനുകൂല നിലപാടുകളിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നാണ് മോദി ഒബാമ കൂടിക്കാഴ്ച നൽകുന്ന സൂചന. ആണവ കരാർ വിഷയത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ മറികടന്നുകൊണ്ടുള്ള മോദി സർക്കാരിന്റെ നീക്കം വരും ദിനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ദില്ലിയിൽ നിന്ന് ആർ സുഭാഷ്. ഇന്ത്യക്ക് ഹിന്ദിയിൽ സ്നേഹ നമസ്കാരം പറഞ്ഞ് ബരാക് ഒബാമ അടുത്ത സുഹൃത്തെന്ന് നരേന്ദ്രമോദിയും. മോഡിക്ക് അമേരിക്കയിൽ ലഭിച്ചത് ബോളിവുഡ് താരത്തിന്റെ സ്വീകരണമെന്നും ബരാക് ഒബാമ പറഞ്ഞു. നമസ്തേ, be back in India. Mera pyar bara namaskar. Today we also decided to take up our growing defense cooperation to the new level. We have agreed in principle to pursue co-development and co-production of specific advanced defense projects. This will help upgrade our domestic defense industry and expand the manufacturing sector in India. We will also explore cooperation in the area of advanced defense technologies. We have renewed our defense framework agreement. We will deepen our cooperation on maritime security. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് ദില്ലിയിൽ ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. പ്രോട്ടോകോൾ ചട്ടങ്ങൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒബാമയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ അംഗീകാരമെന്ന് ബരാക് ഒബാമ പറഞ്ഞു. രാവിലെ 9:45 ദില്ലിയിലെ വ്യോമസേനയുടെ പാലം വിമാനത്താവളത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും പത്നി മിഷേൽ ഒബാമയും വിമാനമിറങ്ങിയത്. പ്രോട്ടോകോൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒബാമയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി. ഹസ്തദാനം നൽകിയും ആലിംഗനം ചെയ്തുമാണ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ നിന്നും പ്രസിഡന്റിന് സഞ്ചരിക്കാനായി അമേരിക്കയിൽ നിന്നും എത്തിച്ച ബീസ്റ്റ് കാറിൽ ITC മൗര്യ ഹോട്ടലിലും ഒബാമയ്ക്ക് പ്രത്യേക സ്വീകരണം ഒരുക്കിയിരുന്നു. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം 12 മണിയോടുകൂടി രാഷ്ട്രപതി ഭവനിലെത്തി.
രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതി ഭവനിൽ ഒബാമയെ സ്വീകരിച്ചു. സൈന്യം 21 ആചാര വെടിമുഴക്കിയും എയർഫോഴ്സ് വിംഗ് കമാൻഡർ പൂജ താക്കൂറിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയുമാണ് അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത്. തുടർന്ന് ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപമായ രാജ്ഘട്ടിലെത്തിയ ഒബാമ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം യമുന തീരത്ത് വൃക്ഷത്തൈ നട്ടു. പിന്നീടാണ് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കായി ഹൈദരാബാദ് ഹൗസിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ അംഗീകാരമായി കരുതുന്നതായി ബരാക് ഒബാമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർലമെന്റ് പാസാക്കിയ ആണവ ബാധ്യതാ നിയമം നരേന്ദ്രമോദി സർക്കാർ അട്ടിമറിച്ചുവെന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. पार्लियामेंट ने जो कानून पास किया, क्या उस कानून के विपरीत कुछ एग्रीमेंट है? अगर एग्रीमेंट उस तरीके से विपरीत है तो वो गलत है, उसको तो हम मानेंगे नहीं और शायद कई सारे लोग नहीं मानेंगे, क्योंकि काफ़ी बहस के बाद, काफ़ी पिछले बार पार्लियामेंट के अंदर संघर्ष के बाद ये एक्सेप्ट किया गया। और ख़ासतौर से अपने विदेश मंत्री सुषमा जी तो स्पष्ट रूप से कही कुछ महीने पहले कि गोपाल के कांड को भारत भूल नहीं सकता और उस तरीके की दुर्घटनाएं ना हो। अगर दुर्घटनाएं हो तो वो भी जिन्होंने इक्विपमेंट दिया वो भी जिम्मेदार रहेंगे। इसलिए इसकी सुरक्षा रखने के लिए हमने वो कानून में संशोधन ले आया था पिछले बार और उस पर भारत और मोदी सरकार डट के खड़ा रहेगी, ये उनका बयान था। अब क्या उससे पीछे हटे या नहीं हटे वो तभी पता चलेगा जब वो लिखित रूप में पता चलेगा कि क्या है ये नया एग्रीमेंट वो जो कह रहे हैं. കെ എം മാണി രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ജേക്കബ്. മാണി മാറിയില്ലെങ്കിൽ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മാണി നിയമവകുപ്പ് ഒഴിഞ്ഞ് നിയമം അറിയാവുന്നവർക്ക് ആ വകുപ്പ് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജിയില്ലെങ്കിൽ മാറി നിൽക്കാൻ പറയാവുന്ന, രാജി വേണ്ട, ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണം. ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ നിയമവകുപ്പ് മാണി എന്നുള്ളതുകൊണ്ടല്ല, അത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കേണ്ട ഒരു വകുപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിയമമന്ത്രി എന്നുള്ള ആൾ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള വേറെ നിയമം അറിയാവുന്ന ആരെങ്കിലും കേൾക്കുന്ന നല്ലതായിരിക്കും. ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ കാര്യമൊന്നും എനിക്ക് കാര്യമൊന്നുമില്ല. അങ്ങാർക്കാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പരിചയമുള്ളത്. പങ്കുവയ്ക്കാം, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കണം അത്. അല്ലെ ഗവൺമെൻറ് തോറ്റുപോകും. ഒരാൾ ഒറ്റയ്ക്കൊരാൾ ഒരു പാർട്ടി വരുന്നു, ഒരു കോalition, അയാൾ നിയമമന്ത്രിയാണ്, അയാൾ വക്കീലന്മാരെ നിയമിക്കുന്നു, ഗവൺമെൻറ് ബിൽഡർമാരെ, അയാളുടെ സ്വാധീനത്തിൽപ്പെട്ട ആളുകളെ, അയാളെ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അത് വലിയ പോസിറ്റീവ് സിറ്റുവേഷനാണ്. കെ എം മാണിയുടെ രാജിയെക്കുറിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പി ജെ ജോസഫ്. ബജറ്റ് കെ എം മാണി തന്നെ അവതരിപ്പിക്കുമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു. പി സി ജോർജിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി. കെ എം മാണി സാർ രാജിവെക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ വിഷയത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അല്ല, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിന്റെ നിലപാട്. പാലായിൽ മന്ത്രി കെ എം മാണി പങ്കെടുക്കാനിരുന്ന പരിപാടികൾ റദ്ദാക്കി. പൊതുപരിപാടികളാണ് റദ്ദാക്കിയത്. സംഘർഷം ഭയന്നാണ് രണ്ടിടത്തെയും പരിപാടികൾ റദ്ദാക്കിയത്. ബാർക്കോഴയിൽ കുടുങ്ങിയ കെ എം മാണിക്കെതിരെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും വാട്സാപ്പിലും ആക്ഷേപഹാസ്യ പരമ്പര. കെ എം മാണി രാജി വയ്ക്കരുതെന്നും ഇനിയും അഴിമതി നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്ന വീഡിയോകളും പ്രചാരണം. 5 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധി നേരിടുന്ന കെ എം മാണിക്കെതിരെ ആക്ഷേപഹാസ്യ പരമ്പരയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും വാട്സാപ്പിലും അരങ്ങേറുന്നത്. എൻ്റെ വക 500 ക്യാമ്പയിനിലൂടെ ആഷിഖ് അബു കണക്കെറ്റ് കളിയാക്കിയപ്പോൾ മാണി രാജിവയ്ക്കരുതെന്നാണ് നടൻ അനൂപ് ചന്ദ്രന്റെ അഭ്യർത്ഥന. എൻ്റെ മാണി സാറേ, പ്ലീസ്, ആരുടെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടായാലും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. ഒരിക്കലും ഒഴിഞ്ഞു കളയരുതേ. ജനാധിപത്യത്തെ വെറുതെ നാണം കെടുത്തരുത്. പ്ലീസ് പ്ലീസ്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. പ്ലീസ്, അങ്ങ് സഹായിക്കണം പ്ലീസ്. മാണിക്കെതിരെയുള്ള ആക്ഷേപഹാസ്യ പരമ്പരയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അണിനിരക്കുന്നുമുണ്ട്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ എം മാണിക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും വ്യാപക പ്രതികരണങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്.
ബാർക്കോഴ കേസിൽ കുറ്റാരോപിതനായ കെ.എം. മാണിക്ക് വേണ്ടി കൊച്ചിയിൽ പാട്ടപ്പിരിവ്. ചുംബന സമരക്കാരുടെ നേതൃത്വത്തിൽ നടന്ന പിച്ചതണ്ടൽ പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ബാർക്കോഴ കേസിൽ പ്രതിയായ ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധങ്ങളാണ് വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നത്. നേരത്തെ ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ എൻ്റെ വക 500 എന്ന ക്യാമ്പയിന്റെ ചുവട് പിടിച്ചായിരുന്നു ചുംബന സമരക്കാരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ പിച്ചതണ്ടൽ പ്രതിഷേധം നടന്നത്. ബജറ്റ് വിറ്റ് പണമാക്കുന്ന കെ.എം. മാണി ഇനി ഒരിക്കലും ഇത്തരം തരം താഴ്ന്ന നിലയിൽ സമ്പാദിക്കരുത്. അഷ്ടിക്ക് വകയില്ലാത്തതിനാലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇനി അങ്ങനെ ഒരവസരം ഉണ്ടാകില്ല. അതിനുവേണ്ടിയാണ് ഈ പിച്ചതണ്ടലെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ രാഹുൽ പശ്വാരൻ പറഞ്ഞു. ആഷിഖ് അബുവിന്റെ എൻ്റെ വക 500 എന്ന പോസ്റ്റ് വൻ വിജയമായിരുന്നു. പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ 5 ലക്ഷത്തിലധികം രൂപ മാണിയുടെ പേരിൽ മണി ഓർഡറായി പാലായിലെ പോസ്റ്റ് ഓഫീസിൽ എത്തിയതായാണ് വിവരം. പിച്ചതണ്ടി സമാഹരിച്ച പണവും മാണിയുടെ പേരിൽ മണി ഓർഡറായി എത്തിച്ചു കൊടുക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. UDF-ന് തന്നോടുള്ള സമീപനത്തിൽ വ്രണത ഹൃദയനെന്ന് ആർ ബാലകൃഷ്ണപിള്ള. താനും പാർട്ടിയും UDF-ൽ നിന്ന് പുറത്തുപോയാൽ മുന്നണിയുടെ മുഖം വികൃതമാകും. മറ്റു മന്ത്രിമാരുടെ അഴിമതിക്കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നതായും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ സ്ഥാനം താൻ രാജിവെക്കുകയാണെന്നും ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും പിള്ള തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. അത് രാജി എഴുതി വെച്ചിരിക്കുക 4-5 ദിവസമായിട്ട്. പക്ഷേ ഉമ്മൻചാണ്ടി സ്ഥലത്തിൻ്റെ കൊണ്ട് ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ മന്ത്രി. കൊണ്ടിക്കൊണ്ടിരുന്ന് കളഞ്ഞു വെച്ച് പോകുന്നത് ഉത്തരവാദിത്തമുള്ള ഒരാളെന്നുള്ളത് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി വന്നാൽ അത് കൊടുക്കുക, വന്നാൽ ആദ്യം ചെയ്യുന്നത് കൊടുക്കുക. ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണുണ്ട്. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 മന്ത്രിമാർക്കെതിരായി ഞാൻ ആരോപണം എഴുതി കൊടുക്കുകയും UDF-ൻ്റെ മീറ്റിങ്ങിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതൊന്നും യാതൊരു നടപടിയില്ല. അടുത്ത കാലത്തും ഒരു മന്ത്രി ചെയ്ത ഒരുപാട് കൊള്ളരുതായ്മകളുടെ കാര്യം ഞാൻ എഴുതി കൊടുത്തു. തെളിവുകൾ ഉൾപ്പെടെയുള്ളതാണ്. പത്മ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. ഗുരു ബാബ രാംദേവ്, ശ്രീ രവിശങ്കർ, മാതാ അമൃതാനന്ദമയി എന്നിവർ അവാർഡ് പട്ടികയിൽ ഇടം പിടിച്ചതായാണ് സൂചന. കൂടാതെ മുതിർന്ന BJP നേതാവ് LK അദ്വാനി, നടന്മാരായ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ബാഡ്മിന്റൺ താരം PV സിന്ധു എന്നിവരും പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ടതായി സൂചനയുണ്ട്. എന്നാൽ രവിശങ്കറും രാംദേവും തങ്ങളുടെ പേര് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. പുരസ്കാരത്തിന് ആത്മീയ നേതാക്കളെ പരിഗണിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇവരുടെ ആവശ്യം. വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും നിരക്ക് പകുതിയാക്കണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ തവണത്തെ മുദ്രാവാക്യം ഇത്തവണ ദില്ലി തെരഞ്ഞെടുപ്പിലെ പൊതുമുദ്രാവാക്യമായിരിക്കുകയാണ്. ഒപ്പം സ്ത്രീ സുരക്ഷ, തൊഴിലില്ലായ്മ തുടങ്ങിയവ ആം ആദ്മി പാർട്ടിയുടെ പതിവ് വിഷയങ്ങളും BJPയും കോൺഗ്രസും പിൻപറ്റുന്നു. വാഗ്ദാനങ്ങൾ 49 ദിവസത്തിനുള്ളിൽ പ്രാവർത്തികമാക്കി എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ആയുധം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാന വാഗ്ദാനമായിരുന്നു വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും നിരക്ക് പകുതിയായി കുറക്കുമെന്നുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റത്തിന് കാരണമായതും ഈ വിഷയം തന്നെ. ഭരണത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വൈദ്യുതി നിരക്ക് പകുതിയാക്കി കുറച്ച് കെജ്രിവാൾ ദില്ലി ജനതയുടെ കയ്യടി വാങ്ങുകയും ചെയ്തു. എന്നാൽ കെജ്രിവാൾ രാജിവെച്ച് ദില്ലി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായതോടെ നിരക്ക് പഴയപടിയായി. ഇത്തവണ വൈദ്യുതി നിരക്ക് കുറയ്ക്കുമെന്ന വാഗ്ദാനം BJPയും കോൺഗ്രസും പ്രധാന പ്രചരണായുധമായി ഏറ്റെടുത്തിരിക്കുകയാണ്. നിരക്ക് പകുതിയായി കുറയ്ക്കുമെന്ന പോസ്റ്ററുകളാണ് BJP നഗരം മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനവും ഇതുതന്നെ. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണന നൽകുമെന്ന് കോൺഗ്രസും BJPയും വാഗ്ദാനം ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ തുടങ്ങിയ ആം ആദ്മിയുടെ സ്ഥിരം മുദ്രാവാക്യങ്ങളും ദേശീയ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആം ആദ്മി പാർട്ടി നടത്തുന്ന മുന്നേറ്റം തടയുകയാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബുധനാഴ്ച സമ്മേളനം സമാപിക്കും. കണ്ണൂർ കഴിഞ്ഞാൽ പാർട്ടി മെമ്പർമാർ കൂടുതലുള്ള ജില്ല എന്ന നിലയിൽ ഇടത് കോട്ടയ്ക്ക് സമ്മേളനം കൂടുതൽ കരുത്തേകുമെന്ന് CPIM നേതാക്കൾ അഭിപ്രായപ്പെട്ടു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രാഷ്ട്രീയ പ്രചരണത്തോടൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും കൂത്തുപറമ്പിൽ CPIM നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. ആലുവ ജനസേവാ ശിശുഭവനിലെ 2 പെൺകുട്ടികൾ വിവാഹിതരായി. വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ജനസേവനയിൽ ശ്രീദേവിയും അശ്വതിയുമാണ് വിവാഹിതരായത്. പാലക്കാട് സ്വദേശികളാണ് ഇരുവരെയും വിവാഹം ചെയ്തത്. തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ജനസേവാ ശിശുഭവനിൽ നിന്നും ആദ്യമായി വിവാഹിതരാകുന്നവരാണ് ശ്രീദേവിയും അശ്വതിയും. അച്ഛനും അമ്മയും പിരിഞ്ഞതിനെ തുടർന്നാണ് അശ്വതി ജനസേവയിലെത്തുന്നത്. നാടോടി സ്ത്രീയിൽ നിന്നും മമ്മൂട്ടി ഫാൻസുകാരാണ് ശ്രീദേവിയെ രക്ഷപ്പെടുത്തി ജനസേവയിൽ എത്തിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഇരുവരെയും വിവാഹം കഴിപ്പിച്ചയക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു. ഞങ്ങളിന്ന് ജനസേവാ ശിശുഭവൻ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളെ 2 മക്കളെ
ജനസേവ ശിശുവെല്ലാം ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ജനസേവയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ, അത് എന്നൊരു സ്വപ്നമാണ് ജനസേവയ്ക്കുള്ളത്. അതിനുവേണ്ടി ഇനിയും ഒത്തിരി സന്മനസ്സുള്ള ആളുകൾ മുമ്പോട്ട് വരണം. പാലക്കാട് സ്വദേശികളായ സതീഷും പ്രമോദുമാണ് ഇരുവരെയും താലി ചാർത്തിയത്. ചലച്ചിത്ര താരങ്ങളായ KPSC ലളിത, കവിയൂർ പൊന്നമ്മ, തസ്നി ഖാൻ, അൻവർ സാദത്ത് MLA തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വക ഉപഹാരം അസോസിയേഷൻ പ്രസിഡന്റ് നവദമ്പതികൾക്ക് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CNN IBN ചാനലിന്റെ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായുള്ള വോട്ടെടുപ്പിൽ അവസാന റൗണ്ടിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും കേരള പോലീസിലെ DIG P വിജയനും തമ്മിൽ കടുത്ത മത്സരം. പൊതുജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന പോപ്പുലർ ചോയ്സ് വിഭാഗത്തിൽ ഇരുവർക്കും പിന്നിലുള്ളത് ചലച്ചിത്ര താരങ്ങളായ സൽമാൻ ഖാനും അമീർ ഖാനും ഇന്ത്യൻ ആർമിയുമാണ്.